ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് മൂന്നാർ കാന്തല്ലൂർ എന്ന് പറയും, അവിടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇതാ ഗൈസ് റിസോർട്ടിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നലെ മോർണിംഗ് വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവരുടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് ഗൈസ്, അവിടെ പോയിരുന്നു. ഇവിടെ കുറച്ച് താഴെയാണ്, നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു നല്ല സ്പോട്ടാണ്, സെറ്റ് സ്പോട്ടാണ്. അവിടെ പോയിട്ട് കുളിച്ചൊക്കെ ചെയ്ത് അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾ പോയി കണ്ടോ. ഒരു കാട്ടിക്കൂടെയൊക്കെയാണ് പോകുന്നത്. കാട്ടിക്കൂടെ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. വെള്ളത്തിന് ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ തന്നെ ഒരു കുന്നിങ്ങനെ ഇറങ്ങിപ്പോകണം. വാട്ടർഫോൾസ് എത്തി ഗൈസ്, ഞാൻ കാണിച്ചു തരാം. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, കാണിച്ചു തരാം. ഇതാ ഗൈസ് വാട്ടർഫോൾസ്. ഗൈസ് അപ്പോൾ ഇവിടെ റിസോർട്ടിൻ്റെ അടുത്തായിട്ട് കുറേ സ്പോട്ട് ഉണ്ട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബ്രോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാറുണ്ട്. ഒക്കെ അടുത്തടുത്താണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ റിസോർട്ടൊക്കെ ബുക്ക് ആക്കിയാൽ ഇവിടുത്തെ അടുത്തുള്ള കുറേ സ്പോട്ടൊക്കെ വിസിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ബ്രോ വണ്ടിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പോകട്ടെ. ഈ പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. എവിടെ ബ്രോ? ഇവിടുന്ന് ഇത് കാന്തല്ലൂർ. ഇവിടുന്ന് എങ്ങോട്ടാ പോകേണ്ടത്? നമ്മൾ ആപ്പിൾ ഫാമിലേ? ഓക്കെ, അപ്പോൾ പോവല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ആപ്പിൾ ഫാം, സ്ട്രോബെറി ഫാം ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആപ്പിളൊക്കെ കാശ്മീരിൽ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഉള്ളത് ഇപ്പോൾ ആദ്യമായിട്ടാണ് അറിയണത്. അപ്പോൾ ബ്രോ അവിടെ ചോദിക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗൈസ്. എന്താ ഇവിടെയാണ്, ഇവിടെ അപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഇത് ഒരു ഫ്രൂട്ട് ഫാമാണ്. 5 ഏക്കർ സ്ഥലത്ത് ഞാൻ ഫ്രൂട്ട്സ് മാത്രമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ ഫ്രൂട്ടാണ്? ആപ്പിൾ തൊട്ട് നമ്മുടെ നാട്ടിലില്ലാത്ത 100 വെറൈറ്റി കൂടുതൽ ഫ്രൂട്ട്സ് ഇവിടെ ചെയ്യുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. ഇപ്പം സീസൺ കഴിഞ്ഞ സമയമാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഫ്രൂട്ട്സേ ഉള്ളൂ. ആപ്പിളൊക്കെ ഓഗസ്റ്റ് കൊണ്ട് തീരും ഗൈസ്. ആപ്പിളൊക്കെ തീർന്നു എന്നാണ് പറഞ്ഞത്. എന്നാലും ഇവിടെ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യാം. റിസോർട്ടാണ് തോന്നുന്നത് ഗൈസ്. റിസോർട്ടും ഫ്ലവറാ? ഓ ആ, ഇത് ഡ്രാഗൺ ട്രീ ആണ് പോലും. ദേവദാരുന്നെ 100 കൊല്ലം എടുക്കണം പൂ ഉണ്ടാകണമെങ്കിൽ. ഇപ്പൊ വച്ചിട്ട് 14 കൊല്ലം. ഇത് നട്ട് വെച്ച ആൾക്കാർക്ക് ഇത് കാണാൻ മുടിയാന്ന് പറയുക. ദേവദാരു പൂക്കാനുള്ളതാ. PS ഇതുണ്ടായിരുന്നുണ്ടോ? PS പേര്. നിങ്ങളെ പേര് പറഞ്ഞോളൂ. നിങ്ങളെ പേര് ഞാൻ ചോദിച്ചില്ല. ലക്ഷ്മി. ലക്ഷ്മി അല്ലേ? അതെ, ലക്ഷ്മി പേര്. ഇത് ഇവിടെ ഉള്ളതേ വല ഇട്ടതെല്ലാം ആപ്പിളായിട്ട്. ഇപ്പൊ സീസൺ കഴിഞ്ഞ സമയം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആപ്പിൾ കഴിക്കും ഗൈസ്. ഓഗസ്റ്റിലൊക്കെ ആകുമ്പോൾ തീരും കേട്ടോ. ഇവിടെ ഒരു സീസൺ ആയിട്ടുള്ളതാ. ഇപ്പോൾ ഡിസംബർ ആയി, കുറച്ച് ഓഗസ്റ്റിലൊക്കെ വരണം കേട്ടോ. ഓഗസ്റ്റിലൊന്നും ആപ്പിളൊക്കെ നിങ്ങൾക്ക് എടുത്ത് ഇങ്ങനെ കഴിക്കാം. അത് എന്താ കപ്പങ്ങാല മാതിരി ഇരിക്കുന്നത് പിസ്ത മരം ഉള്ളത്. പിസ്ത ഉണ്ട് അല്ലേ? പിസ്തൊക്കെ ഗൾഫിൽ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ട് ഇല്ല ഗൈസ്, എല്ലാം ഉണ്ട്. നമ്മളെ ലക്ഷ്മി അമ്മ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കാണാം. ഏപ്രിൽ, മെയ്, ജൂൺ, ഓഗസ്റ്റ് വരെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് കഴിഞ്ഞ സീസൺ ഔട്ടാണ്. ഇവിടെ ഉള്ളത് ഇപ്പൊ ഇല പൊളിയാനുള്ള കാലാവസ്ഥ. ഇവിടെ ഉള്ളത് ഇപ്പൊ ഓറഞ്ച്, പേസം ഫ്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഇത് പൈനാപ്പിൾ ഗോവ, പൈനാപ്പിൾ ടേസ്റ്റ് ഉള്ള പേരിക്ക. ഇത് ചൈന പേരിക്ക പുറത്തുള്ളതാ. വെറൈറ്റി പേരാണ് കേട്ടോ. അതന്നെ. ഇത് യെല്ലോ സപ്പോർട്ടാ. ഇതില്ലേ? ഇത് യെല്ലോ സപ്പോർട്ടാ. ഇത് ആപ്പിൾ ആയിട്ടുള്ളതാ. ഞാൻ വിചാരിച്ച് മേലെ ആ ഒരു വീടില്ലേ അവിടെ മാത്രമേ ഉള്ളൂന്നാ. ഇപ്പൊ താഴേക്ക് ഇറങ്ങിയപ്പോ ഫുള്ള് ഗൈസ് ഞങ്ങൾ കുറേ പോകുന്നു ഇങ്ങോട്ട്. താഴെ മൊത്തം ഫ്രൂട്ട്സ് ആണ് ഗൈസ്. ഇതൊക്കെ ഓറഞ്ചാണ്, കണ്ടോ ഗൈസ്? ഓറഞ്ച്. ആപ്പിള് സീസൺ അല്ല, ആ ഇല കൊഞ്ഞിക്കണൊക്കെ ആപ്പിൾ മരാണ്. ലക്ഷ്മി മംഗള വീടൊക്കെ? വീട് പെരുമല ഗ്രാമം. അതവിടെ ആ മലേന്റെ ഗൈസ്. ഇതിൽ കാണണ്ടറിയില്ല ഗൈസ്, അവിടെ ഒരു ഗ്രാമം ഉണ്ടെന്ന് പറയണേ. അതെ, പെരുമല. അതുവരെ ലാസ്റ്റ് ഊര് ഇവിടെ ഉള്ളത്. നമ്മ നാട്ടിലുള്ളതല്ല, ഇത് വേറെ ടൈപ്പാ. ഓ, പേസം ഫ്രൂട്ട് മിച്ചിക്കും പേസം ഫ്രൂട്ട്. ഇതൊക്കെ എപ്പോഴാ കഴിക്കുക? ഇതെല്ലാം ഏപ്രിൽ, മെയ് തന്നെ. അതെ, ഇപ്പൊ എല്ലാം സീസൺ കഴിഞ്ഞ സമയം. സീസൺ കഴിഞ്ഞു. അതെ, ഇപ്പൊ അത് മാത്രമേ ഇപ്പൊ ഉള്ളൂ. ബ്ലാക്ക്ബെറി, റാസ്ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി,
എന്താണ് കിവി അവിടെ ഉള്ളത്, ദേവദാരു, നീലക്കുറിഞ്ഞി ആ അവിടെ ഉള്ളത് എല്ലാമേ ഉള്ളത്. എല്ലാം ഉണ്ട് ഇവിടെ. അതെ, എല്ലാം ആയിട്ട് ഇവിടെ ഉണ്ട്. പൂട്ട എല്ലാം ഉണ്ട്. നിങ്ങൾ വന്നിട്ട് ഇപ്പൊ എത്രയായി? നാങ്ക വന്ന് ഒരു 5 കൊല്ലമായിട്ട് ഇവിടെ പണി 5 കൊല്ലമായിട്ട് പണി എടുക്കണ്ട്. പിറകെ നമ്മള് ചോവരി ഗൂവ നിങ്ങൾ അത് വിട്, അതെല്ലാം അത് ഉള്ളത്. ഫ്രൂട്ട്സ് വിട്. എല്ലാ കാര്യം ഞാൻ ചോദിക്കണേ. അതെ തന്നെ. നിങ്ങളെ ഫാമിലി? എങ്ങ ഫാമിലിയില്ല, എങ്ങ ഞങ്ങള് പ്രസവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അനിയന് അനിയത്തി എല്ലാം ഉണ്ട്. എന്നോട് കെട്ടിയവന് മരിച്ചുപോയി. ഞാനും ഒരു മോള് വീട്ടിലുണ്ട്. അങ്ങനെ ഉള്ളത്. അപ്പൊ ഇവിടെ കൂലിയൊക്കെ എത്രയാണ്? 350. 350 കിട്ടുള്ളൂ ഒരു ദിവസം? അതെ, സാപ്പാട് ഞാൻ കൊണ്ടുവരും, 350 കൊടുക്കും. നിങ്ങള് കഴിച്ചോ? പുട്ട് കൊണ്ടുവരും, ചായ അവർ കൊടുക്കും. ഡെയിലി പുട്ട് കൊണ്ടുവരും, ചായ അവർ കൊടുക്കും. ഡെയിലി നിങ്ങൾ അതന്നെ കഴിക്കുള്ളൂ? കൊണ്ടുവരും. ഉച്ചയ്ക്കോ? ഉച്ചക്ക് സാപ്പാട് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. അതെ. കഴിച്ചോ? കളിച്ചിട്ട് വന്നു, ഉച്ചക്ക് കളിക്കുന്നു. ഇപ്പൊ അവർ ചായ കൊടുക്കും. ചായ തരൂല്ലേ? ശരി, എന്റെ ഒരു സന്തോഷത്തിന് വെച്ചോളി കേട്ടോ. സന്തോഷമായോ? വലിയ പൈസ ഒന്നുമില്ല എന്റെ അടുത്ത്, ഇപ്പൊ അതേ ഉള്ളൂ. ഞാൻ പഠിക്കാണ് ഇപ്പൊ ഇവിടെ. ഇങ്ങനെ വെറുതെ മൂന്നാർ കാണാൻ വന്നാ. നമ്മളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് പൈസ. അപ്പൊ ഞങ്ങളൊക്കെ കണ്ടു ശേഷം ഇവിടുന്ന് പോവാ. ഞങ്ങളെന്നാ പോട്ടെ? ശരി അമ്മ, പോയിട്ടാ പൈസ. അപ്പൊ ഇവിടുന്ന് ഇറങ്ങാം. വേറെ ഇനി നെക്സ്റ്റ് കണ്ട നമ്മൾ പോണ് ബ്രഹ്മരം വ്യൂ പോയിന്റ് പോവാണ് ഗൈസ്. ഗൈസ് ഇവിടെ ജീപ്പൊക്കെ പോകും ഓഫ് റോഡ്. നമ്മൾ വന്ന വണ്ടി അങ്ങോട്ട് പോകില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. ബ്രഹ്മരം ഷൂട്ടിംഗ് പോയിന്റ് ഗൈസ്. ഇവിടെ ടിക്കറ്റ് 20 റുപ്യാണ് കേട്ടോ ഗൈസ്, എൻട്രി ഫീ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണോ ബ്രോ? ഇവിടെ അതിന്റെ മുകളിൽ നിന്ന് വ്യൂ ഒക്കെ കാണാൻ പറ്റൂലേ? താഴേക്കുള്ള വ്യൂ. കുറെ ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ മുകളിൽ മറ്റേ ടെന്റ്, അവിടുന്ന് വ്യൂ കാണാം അല്ലേ? ഫുള്ള് കാണും അല്ലേ? ഗൈസ് ഞങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കയറാം ഗൈസ്. ഇതിന്റെ മുകളിൽ കയറി അടുത്ത വ്യൂ ഒക്കെ കാണാം. കണ്ടോ ഗൈസ്, എല്ലാം ജീപ്പിൽ ട്രെക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെ കുറേ ടീംസ് ഉണ്ട്, സ്റ്റുഡൻസ് തോന്നുന്നുണ്ട് അവരൊക്കെ. നമുക്ക് ഇതിന്റെ മുകളിൽ കയറി വെക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിൽ കയറി പോവാണ്. മുകളിലത്തെ വ്യൂ കാണാം ഗൈസ്. ഇതാണ് ഗൈസ്. ഇവിടെ 4-5 പേരുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒക്കെ കാണാന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനെ കുഞ്ഞൊക്കെ വേണം നോക്കാൻ. അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിപ്പിച്ച കേട്ടോ, ഇപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്തത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊന്നും കാണില്ല ഗൈസ്. കാണില്ല പറഞ്ഞാൽ ഇത് മറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങിയിട്ട് കാണാം. താഴത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. താഴേക്ക് പോയാലോ ബ്രോ? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട്. കഥയ്ക്കുണ്ട് ഗൈസ്. ഇവിടുത്തെ 2 വാട്ടർഫോൾസ് കണ്ട് ഞാൻ ഓടി വന്നാണ്. അവിടെ ഒരു വാട്ടർഫോൾസ്, ഇവിടെ ഒരു വാട്ടർഫോൾസ് ഗൈസ്. അങ്ങനെ വാട്ടർഫോൾസ് കണ്ടില്ലേ? അതാണ് ഗൈസ് 2 വാട്ടർഫോൾസ്. അവിടെ പോകാൻ പറ്റും ഗൈസ്. നമുക്കിപ്പോൾ പോകാൻ സമയമല്ലേ ഗൈസ്, അതുകൊണ്ടാണ്. നമുക്കിനി വേറെ സ്ഥലങ്ങളുണ്ട് കാണാൻ, അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ വീഡിയോ ഞാൻ കാണിച്ചില്ലേ, അത് ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. ബട്ട് നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ നിന്ന് കാണണം ഗൈസ്. ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്തായാലും പക്ക. അവിടെ നിന്ന് ഒച്ചയും വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട് ഗൈസ്. ഇതിൽ 7 പേരെ കയറാൻ പറ്റുള്ളൂ ഗൈസ്. മുകളിൽ 7 അധികം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ ഇറങ്ങട്ടെ ഗൈസ്. ഇറങ്ങിയിട്ട് നമുക്ക് കയറാം. നമുക്ക് അവിടെ എന്തുണ്ട് അതുകൊണ്ട് പോയി നോക്കിയിട്ട് തരാം ഗൈസ്. ലെമൺ ഗ്രാസ് ഓയിൽ. ഇതല്ലേ ഓയിൽ ബ്രോ? ഗ്രാസ് ഓയിൽ. അതെവിടെ? ഇതല്ലേ? ഇതല്ലേ? ഒരു തൈലാണല്ലേ ഗൈസ്. നല്ല സ്മെല്ല്, അടിപൊളിയാണ്. ഇവിടെ പോണ വഴിയൊക്കെ കണ്ടോ ഗൈസ്, സെറ്റാണ് ഗൈസ്. ഇതിൻ്റെ അങ്ങോട്ടൊരു നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോവാണ്. ഇവിടെ ഫുള്ള് മരമൊക്കെ മുറിക്കുകയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഒരു ഫുൾ വ്യൂ ഗൈസ്. ഓവർ ഫ്രണ്ടിക്ക് പോകണില്ല ഗൈസ്, കൊക്കയാണ്. ഇവിടെ നിന്ന് കണ്ടോ ഗൈസ്. ഗൈസ് ഒന്നാമത് ഈ സ്ഥലങ്ങളൊക്കെ എന്താ അറിയോ, നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് മാത്രമല്ല, നമ്മൾ വരുന്ന വഴിയാണെങ്കിലും എല്ലായിടത്തും നല്ല വ്യൂ ആണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോൾസ്. അവിടെ നിന്ന് അടിപൊളിയാണ് ഗൈസ് വ്യൂ. ബ്രോ അതേതാ സ്ഥലം ബ്രോ? ഗൈസ് മറയൂരാണ്. ഞാൻ വന്ന വീഡിയോയിലുണ്ടാവും, നമ്മൾ ബസ് കയറി വന്നില്ലേ,
ആ വീഡിയോയിലുണ്ടാവും. ആ സ്ഥലമാണ് ആ മൊത്തം കാണുന്നത്. നല്ല വ്യൂ ആണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു വന്നു ഗൈസ്. ഇവിടുത്തെ എല്ലാവരും പോയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാം. മുകളിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. കയറില്ലേ? ഇതാണ് കയറുന്ന വഴി. തലൊന്നും തട്ടാനുണ്ടെന്ന് അതിൽ നിന്ന് ഗൈസ്. അങ്ങനെ മേലെത്തി കൊയങ്ങിക്കണ്. അതിൽക്കൂടി ഇതിൽ കൂടെ ഓടിയിരുന്നു. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം ഗൈസ്. അടിപൊളിയല്ലേ? ഗൈസ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടുന്ന് മേലെ കയറിയ നല്ലൊരു വ്യൂ ആണ് ഗൈസ്. ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ ഗൈസ്. ആടുണ്ട് ഗൈസ്. ആരോ കയറുണ്ടോന്നല്ലേ? നമുക്ക് എന്തെങ്കിലും ഇറങ്ങാം ഗൈസ്. അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി. കണ്ടാൽ തന്നെ അറിയാം കുഴങ്ങിക്കണ്. എന്തായാലും ഗൈസ് രണ്ട് തൈസ് നല്ല വേദന. രണ്ടാൾക്കും ഒരേപോലെ വേദനയ്ക്കുണ്ട് ഗൈസ്. എന്തായാലും അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് എന്തായാലും ഒരു മസിൽ കയറിയ ഒരു ഫീല് ഗൈസ്. പോയപ്പോൾ നല്ല ഇതിലാണ് പോയത്. കുഴങ്ങിക്കണ് ഗൈസ്. വയ്യ. പക്ഷെ എന്തായാലും അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഒരു അടിപൊളി സ്പോട്ട് തന്നെ പറയാം. എത്ര നേരം സ്പെൻഡ് ചെയ്യാം. അതിനകത്ത് ലിമിറ്റൊന്നുമില്ല അല്ലേ? ഒരു 20 റുപ്യ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ സ്കൂട്ടി എടുത്ത് പോവാണ്. ഞങ്ങളുടെ ബ്രോ റിസോർട്ടിലേക്ക് നേരെ റിസോർട്ട് പോവാം ഗൈസ്. കുഴങ്ങിക്കണ്. ഇനി സ്കൂട്ടിയിൽ കുറച്ച് കാറ്റ് കൊണ്ടുപോവാം. അതിനാണ് ഫ്രണ്ടിൽ കയറിയിരുന്നത്. പോവല്ലേ ബ്രോ? അങ്ങനെ റിസോർട്ട് എത്തി. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാം. ചൂട് ഗൈസ്. ഒടുക്കത്തെ ചൂടാണ്. അത് ഇട്ടിട്ടാണ് തോന്നുന്നത്. അപ്പം ഇനി ഇവിടുന്ന് വേറെ സ്ഥലങ്ങൾ കാണാൻ പോവാണ് ഗൈസ്. എങ്ങോട്ടാ ബ്രോ നമ്മൾ പോകണേ? എരച്ചിപ്പാറ വാട്ടർഫാൾസ്. ആ ഫോൾസ് പോവാണ്. ഇത് നമ്മളെ വേറെ ബ്രോ ആണ്. ആള് റെസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ പോവല്ലേ? പേര് പറഞ്ഞോ? അനുഗ്രഹം. ശരി ഗൈസ്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഗൈസ്. അങ്ങനെ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വാട്ടർഫോൾസ് എത്തി ഗൈസ്. ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് ഗൈസ്. വാട്ടർഫോൾസ് കാണിച്ചു തരാം. എന്താ ഗൈസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം ഗൈസ്. നനയാതെ ഉള്ളിൽ കയറാം. കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോവാണ് ഗൈസ്. നനയാണ്ട് അതിൻ്റെ ബാക്കിൽ പോയി നിൽക്കാന്നുള്ള ഐഡിയയിലാണ് ഗൈസ്. നോക്കിയും കണ്ടൊക്കെ പോകണം. ഓൺലി അഡ്വഞ്ചർ ഗൈസ്. നനയോ ഗൈസ്? നനയരുതിട്ടോ. ചെറുതായിട്ടൊക്കെ നനയും ഗൈസ്. ഇല്ല നനയില്ല കേട്ടോ. ഗൈസ് അടിപൊളിയല്ലേ? നല്ല രസമുണ്ട് ഗൈസ് ഇതിലൂടെ പോവാൻ. കമോൺ എന്തായാലും വന്നതല്ലേ, വള്ളയിൽ കുറച്ച് തട്ടട്ടെ ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്താ അറിയില്ല. വീഡിയോയിൽ കാണുന്നില്ലേ? കണ്ട ഗൈസ് റെയിൻബോ പോലെ അടിപൊളിയായിട്ടില്ലേ? എന്തായാലും കൊള്ളട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് പോകുന്നു. ഇപ്പൊ കണ്ട ഗൈസ്, ഇപ്പൊ ആള് കൂടി ഇവിടെ ഗൈസ്. അപ്പൊ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം നമുക്ക് ഗൈസ്. വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയി നിന്നാ ഗൈസ്. അതിൽ കൂടെ ഓടിയും ചാടിയൊക്കെ ചെയ്ത് നനഞ്ഞ് ഗൈസ്. പാൻറ്റൊക്കെ നനഞ്ഞ് കുഴപ്പമില്ല. എന്താ ഗൈസ്, അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാം ഞങ്ങള്. അപ്പോൾ ഇനി ഇവിടുന്ന് പോവാം ഗൈസ്. പോയിട്ട് ഫുഡ് കഴിക്കണം. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഗൈസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. നനഞ്ഞ് ഗൈസ്. നനഞ്ഞിട്ട് ഇപ്പോൾ ഫാൻ്റെ ഭാരം കൂടി നടക്കുമ്പോൾ എന്തോ പോലെ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ റിസോർട്ട് എത്തി. വരുന്ന വഴിക്ക് നമ്മളൊരു ഫോറസ്റ്റ് കൂടിയൊക്കെയാണ് വന്നത്. ഇപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. നല്ല തണുക്കുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സ്വിമ്മിംഗ് പൂൾ പോയി ചാടണം ഗൈസ്. തണുത്താലും കുഴപ്പമില്ല. ഇന്നലെ വന്നിട്ട് ചാടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സ്വിമ്മിംഗ് പൂൾ പോയി ചാടാം. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ പൂളിൽ ചാടാൻ പോവാണ്. അപ്പോൾ ഗൈസ് പൂളിൽ ചാടട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ 2 ദിവസം റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മളിന്ന് കാന്തല്ലൂരിൽ നിന്ന് പോവാണ് ഗൈസ്. ഇപ്പോൾ സമയം 9 മണിയുണ്ട്. 9:30 ഒരു ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബാക്കി വിഷയങ്ങളെ അടുത്തില്ലണം. ബൈ.